ഹലോ, എല്ലാവർക്കും വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ലാസ്റ്റ് വീഡിയോയുടെ സെക്കൻഡ് പാർട്ടായിട്ടുള്ള ക്ലിയറൻസ് സെയിലിന്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് കാണിക്കുന്ന ഈ ഫസ്റ്റ് സാരി ഒരു വൈറ്റ് കളറിലെ ഓർഗൻഡി സാരിയാണ്. ഇതും നമ്മൾ ഒരു ചെറിയൊരു ഡാമേജ് പറ്റിയൊരു സാരിയാണ്. നമ്മൾ കസ്റ്റമൈസ്ഡ് ഓർഡർ ആയിരുന്നു. 5.5 മീറ്റർ ഓർഗൻഡി, ഏറ്റവും പ്രീമിയം ആയിട്ടുള്ള ഓർഗൻഡി ഫാബ്രിക് ആണ്. മീറ്ററിന് 210 രൂപ വരുന്ന ഏറ്റവും പ്രീമിയം ആയിട്ടുള്ള ഓർഗൻഡി ഫാബ്രിക്കിൽ നമ്മൾ ചെയ്തിരിക്കുന്ന ഒരു മിഷൻ എംബ്രോയിഡറി വർക്ക് ആയിരുന്നു ഇത്. ഇതിന്റെ ചെസ്റ്റ് പോർഷനിൽ മാത്രമേ വർക്ക് ചെയ്തിട്ടുള്ളൂ. ചെസ്റ്റ് പോർഷനിൽ വർക്ക് ചെയ്ത സമയത്ത് ചെറിയൊരു ഇഷ്യൂ പറ്റിയത് കാരണം നമ്മളിത് ഡിസ്കൗണ്ടിലേക്ക് മാറ്റിയതാണ്. ഇങ്ങനെയാണ് ഈ സാരിയുടെ ചെസ്റ്റ് പോർഷനിൽ വർക്ക് വരുന്നത്. ഇങ്ങനെയാണ് ഈ സാരിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വർക്ക് ആട്ടോ. ഒരു പീച്ചും ലൈറ്റ് ഗ്രീനും കൂടെ ഉള്ള ഒരു കോമ്പിനേഷൻ, ഒരു റോസ് ഫ്ലവർ പാറ്റേൺ ബഞ്ചസ് ആയിട്ട് ചെയ്തിരിക്കുന്ന ഒരു 5 ഫ്ലവേഴ്സ് ആണ് ഇതിന്റെ ചെസ്റ്റ് പോർഷനിൽ വന്നിരിക്കുന്നത്. അപ്പം ഈ ഒരു 5 ഫ്ലവേഴ്സിന്റെ ഒരു സിംഗിൾ ഡിസൈൻ മാത്രമേ ഇപ്പോൾ ഈ ഒരു സാരിയിലുള്ളൂ. ഇതിനകത്ത് ഡാമേജ് വന്നതെന്ന് ചോദിച്ചാൽ ഓർഗൻഡി ഫാബ്രിക് ആയതുകൊണ്ട് തന്നെ തീരെ നൈസ് ആയിട്ടുള്ള ഫാബ്രിക് ആയതുകൊണ്ട് നമ്മളിത് വർക്ക് ചെയ്ത സമയത്ത് ചെറുതായിട്ട് ആ ഒരു വർക്കിന് ചുറ്റും ഇതിന്റെ വലച്ചിൽ വന്നിട്ടുണ്ട് ആ ഒരു ഡിസൈൻ. അപ്പോൾ അത് നമ്മൾ കസ്റ്റമറിന് കൊടുക്കാനായിട്ട് നമുക്ക് ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മളത് വേറെ വർക്ക് ചെയ്ത് കസ്റ്റമറിന് കൊടുത്താണ്. അപ്പോൾ ഈ ഒരു സാരി നമ്മൾ ഡിസ്കൗണ്ടിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ ഒരു സാരി ഞാൻ പറഞ്ഞല്ലോ, ഇതിന്റെ മെറ്റീരിയൽ കോസ്റ്റ് എന്ന് പറയുന്നത് 210 പെർ മീറ്റർ ആണ്, അതായത് 1155 രൂപ. ആ റേറ്റ് ആണ് നമ്മളിപ്പം ഈ ഡിസ്കൗണ്ട് പ്രൈസ് വാങ്ങിക്കുന്നത്. നമ്മൾ വർക്ക് ചെയ്തതിൽ ചെറിയ മിസ്റ്റേക്ക് വരുന്നുണ്ട്. ഇത് ഉടുക്കുന്നതിലോ അല്ലെങ്കിൽ ഇത് ഫർദർ ആയിട്ട് കീറി പോകുക അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. ഇതിന് ചെറിയ വലച്ചിൽ വന്നാണ്. ഇത് പറഞ്ഞ പോലെ സാറ്റൺ സ്റ്റിച്ച് ആയിരുന്നു. അത് ഈ ഒരു പാറ്റേൺ ആയതുകൊണ്ട് ഈ വലിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും വന്നപ്പോൾ അത് അങ്ങനെ സംഭവിച്ചതാണ്. പിന്നെ നമ്മൾ അതിന്റെ ഒരു ഡിസൈൻ സ്പീഡൊക്കെ കുറച്ചിട്ട് അങ്ങനത്തെ ഇഷ്യൂ വരാതെ നമ്മൾ അത് കസ്റ്റമർക്ക് വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇത് നമ്മൾ ഇതുപോലെ ഡിസ്കൗണ്ടിൽ ഇടുവാണ്. ഇതിന്റെ റേറ്റ് 1155 ആണ്. നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്നത് ഒരു കോട്ടൺ ചെക്കോട്ട സാരിയാണ്. പിസ്ത ഗ്രീൻ ഷെയ്ഡുള്ള കോട്ടൺ ചെക്കോട്ട സാരിയിൽ കസൂത്തി എംബ്രോയിഡറി ചെയ്തിരിക്കുന്നത്, ഫുൾ ബോർഡർ എംബ്രോയിഡറി ചെയ്തിരിക്കുന്ന വളരെ എഫോർട്ടോട് കൂടി ചെയ്തെടുത്തിയ സാരിയാണ്. നമ്മൾ 1-2 പ്രാവശ്യം വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ഇപ്പം നമ്മൾ കുറേ എൻക്വയറീസും വന്നാണ്. ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞതുപോലെ ചില സാരീസ് എങ്ങനെയാണ്, നമുക്ക് എൻക്വയറീസ് ഒരുപാട് വരും, ഒത്തിരി ആൾക്കാർ ബുക്ക് ചെയ്ത് വെക്കും, പക്ഷെ ലാസ്റ്റ് മൂമെന്റ് വരുമ്പോഴത്തേനത് നമുക്ക് സെയിൽ ആവാതെ വരും. അങ്ങനത്തെ ഒരു സാരിയാണിത്. ഈ ഒരു സാരിയിൽ ഇങ്ങനെയാണ് ഇതിന്റെ ഫുൾ ബോർഡറിലും ഇത്രയും ഹെവി ആയിട്ടുള്ള ഒരു എംബ്രോയിഡറി വർക്ക് ചെയ്തിട്ടുണ്ട്. നല്ലൊരു കോൺട്രാസ്റ്റ് ഉള്ള കളർ കോമ്പിനേഷൻ ഒക്കെയാണ്. നമുക്ക് ഒരു ഹാൻഡ് എംബ്രോയിഡറി സാരി ഇത്രയും റിച്ച് ആയിട്ട് വർക്ക് എന്ന് പറയുന്നത് തന്നെ കാണുമ്പോൾ തന്നെ അറിയാം. ഇതുകൊണ്ടോ എത്രമാത്രം സമയം എടുത്തിരുന്ന് ചെയ്ത സാരി ആയിരിക്കും. അതുപോലത്തെ ഒരു സാരിയുടെ ഫുൾ ബോർഡറിൽ ഇതുപോലെ വർക്ക് ചെയ്തിട്ടുണ്ട് സാരിയുടെ. ഇങ്ങനെയാണ് ഈ സാരി വരുന്നത്. ഇപ്പം ഈ ഒരു സാരി നമുക്ക് ശരിക്കും ഒരു 2700 റേഞ്ചിൽ വരുന്ന ഒരു സാരി 1500 റുപ്പീസ് നമ്മളിപ്പോൾ ഡിസ്കൗണ്ട് സെയിലിൽ കാണിക്കുവാണ് ഈ ഒരു സാരിയെ. അപ്പം ഈ സാരി ഭയങ്കര താല്പര്യമുള്ള പെട്ടെന്ന് തന്നെ നമ്മൾ സ്ക്രീൻഷോട്ട് അയക്കുക. നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്ന ഒരു സൽവാർ മെറ്റീരിയലാണ്. ഒരു സ്ലബ് സിൽക്ക് മെറ്റീരിയൽ വരുന്ന ഒരു പീച്ച് കളർ സൽവാർ മെറ്റീരിയലാണ്. ഇങ്ങനെയാണ് സൽവാർ മെറ്റീരിയലിന്റെ ചെസ്റ്റ് പോർഷനിലാണ് ഇതിനകത്ത് എംബ്രോയിഡറി വരുന്നത്. ഇങ്ങനെ ഒരു പാറ്റേണിലാണ് എംബ്രോയിഡറി വരുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളർ ടോൺ ആട്ടോ. എല്ലാവർക്കും ഒക്കെ ചേരുന്ന ഒരു നല്ല ലൈറ്റ് ഒരു പേസ്റ്റൽ ടോൺ ആണ്. ഏത് ഏജ് ഗ്രൂപ്പിനൊക്കെ ആണെങ്കിലും. ഇപ്പൊ നമ്മുടെ കഴുത്തിന്റെ തൊട്ട് താഴെയായിട്ട് വരുന്നത് പോലെ നമുക്ക് വർക്ക് വരുന്ന പോലെയാണ് ഈ ഒരു വർക്ക് വന്നിരിക്കുന്നത്. ഒരു മെറൂൺ ഡാർക്ക് ഗ്രീൻ കോമ്പിനേഷനിലാണ് ഇതിനകത്ത് വർക്ക് ചെയ്തിരിക്കുന്നത്. ബുള്ളിൻ നോട്ട്സ് വെച്ച് ചെയ്തിരിക്കുന്ന സിംഗിൾ വർക്ക് ഉള്ളെങ്കിൽ നല്ലൊരു സെൻട്രൽ പോയിന്റിലോട്ട് അട്രാക്ഷൻ വരുന്നത് പോലെ ഒരു നല്ലൊരു എംബ്രോയിഡറി വർക്കാണ്. ഈ ഒരു മെറ്റീരിയൽ ശരിക്കും ഒരു 1000 റേഞ്ചിൽ വരുന്ന ഒരു മെറ്റീരിയൽ ആയിരുന്നു. ഇതിപ്പോൾ നമ്മൾ 800 റുപ്പീസിനാണ് ഈ ഒരു മെറ്റീരിയൽ കൊടുക്കുന്നത്. ഇതിനകത്ത് 2.25 മീറ്റർ മെറ്റീരിയലുണ്ട്. 2.25 മീറ്ററിൽ ഈ ചെസ്റ്റ് പോർഷനിൽ വർക്ക് വരുന്ന പോലെയാണ്. അപ്പോൾ അത്യാവശ്യം ഇത് വെച്ചിരിക്കുന്ന കണ്ടാൽ തന്നെ അറിയാം. എനിക്ക് നിലം കവർ ചെയ്തു, ഇതിന് ലെങ്ത് ഉണ്ട്. അതുകൊണ്ട് തന്നെ എത്രയും നല്ല ലെങ്തിൽ വേണമെങ്കിലും തയ്പ്പിക്കാൻ, അതുപോലെ സ്ലീവ് ആണെങ്കിലും ഒക്കെ നല്ല ഫുൾ സ്ലീവ് വേണമെങ്കിലും കൊടുക്കാനായിട്ട് പാകത്തിനുള്ള മെറ്റീരിയൽ ഇതിനകത്ത് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പം ഈ ഒരു മെറ്റീരിയൽ നമുക്കിപ്പം ഡിസ്കൗണ്ടിനായിട്ട് അവൈലബിൾ ആണ്. നെക്സ്റ്റ് നമ്മൾ വീണ്ടും കാണിക്കുന്ന ഒരു പിസ്ത ഗ്രീൻ കളറാണ്. പക്ഷെ പിസ്ത ഗ്രീനിൽ നമുക്കൊരു ഈ ഒരു നമ്മുടെ നൈലോൺ കോട്ട ഫാബ്രിക്കിൽ വരുന്ന ഒരു പിസ്ത ഗ്രീൻ ആണ്. അതിനകത്ത് നല്ല കോൺട്രാസ്റ്റ് ആയിട്ടുള്ള എംബ്രോയിഡറി പാറ്റേൺ വന്നിരിക്കുന്ന ഒരു സാരിയാണ്. ഇങ്ങനെയാണ് ഇതിനകത്ത് എംബ്രോയിഡറി വന്നിരിക്കുന്നത്. ഉണ്ടോ ഈ ഒരു പാറ്റേൺ 2 എൻഡിലും ഇതുപോലെ ഡിസൈൻസ് കൊടുത്തിട്ടുണ്ട്. അതൊരു നമ്മുടെ ബ്ലാങ്കറ്റ് സ്റ്റിച്ചിന്റെ ഒരു വേറെ ഡിഫറെന്റ് രീതിയിൽ, അതായത് നമ്മുടെ ഒരു ലേസി ഡേസിയുടെ എൻഡിൽ ബ്ലാങ്കറ്റ് സ്റ്റിച്ച് വന്നിരിക്കുന്ന ഒരു പാറ്റേണിലാണ് ഫ്ലവർ കൊടുത്തിരിക്കുന്നത്. അതുപോലെ അതിനകത്ത് സെൻട്രൽ പോർഷനിൽ ഹൈലൈറ്റ് ആയിട്ട് ബീഡ് വർക്കും ചെയ്തിട്ടുള്ള ഒരു പാറ്റേൺ ആണ്. ഇതിന്റെ ആ ഒരു പല്ലു പോർഷൻ, ആ ഒരു റണ്ണിങ് പോർഷൻ ഒക്കെ കവർ ചെയ്ത് ബോർഡറിൽ കൂടെ ഈ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. എന്താ ഇങ്ങനെ ആ ഒരു നമ്മൾ ചെസ്റ്റ് പോർഷനിലോട്ടുള്ള ഫുൾ പോർഷൻ ബോർഡറിലും ഈ ഒരു എംബ്രോയിഡറി വർക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ കളർ കോമ്പിനേഷൻ നല്ല കോൺട്രാസ്റ്റ് ആയിട്ട് നമുക്ക് ഉടുത്താൽ എത്ര ദൂരെ നിന്നാണെങ്കിലും കാണാൻ പറ്റുന്ന പോലത്തെ ഒരു രീതിയിലാണ് ഇതിനകത്ത് ഒരു കളർ കോമ്പിനേഷൻ വന്നിരിക്കുന്നത്. ഫുൾ ആ ഒരു സാരിയുടെ ഹാഫ് പോർഷനോട് വരുന്ന, അതായത് നമ്മൾ ഉടുത്ത് വരുമ്പോൾ നമ്മുടെ ബാക്കിലോട്ട് വരുന്ന അത്രയും ഭാഗത്തോട്ട് വരുന്ന പോലെ ഈ ഒരു ബോർഡറിൽ ഈ ഒരു അടുപ്പിച്ച് ഫ്ലവേഴ്സ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്.
നമ്മുടെ പല്ലു തൊട്ട് ഇതുണ്ടോ ഉടുത്ത് വരുമ്പം ഇങ്ങനെ നമ്മൾ കാണുന്ന ഇത്രയും ഭാഗത്തേക്ക് ഇതുപോലെ ഈ ഒരു ഡിസൈൻസ് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ബോട്ടം പോർഷനിൽ വരുമ്പോഴത്തേനും ഡിസൈൻസ് വരുന്നത്. ഫ്ലീറ്റ്സിന് ഇടയ്ക്കൂടെ വരുന്ന ഒരു പാറ്റേണിൽ ഇതിനകത്ത് ഡിസൈൻസ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സാരിയുടെ റേറ്റ് വരുന്നത് ശരിക്കും ഇതൊരു 2400 റേഞ്ചിലുള്ള സാരി ആയിരുന്നു. ഇപ്പം ഈ ഒരു സാരി നമുക്ക് 1850 റുപ്പീസിന് അവൈലബിൾ ആയിട്ടുണ്ട്. ഡിസ്കൗണ്ട് സെയിലിൽ അവൈലബിൾ ആയിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്ന ഒരു ചന്തേരി സാരിയാണ്. ഒരു ചന്തേരി സിൽക്കിൽ സെറി വീവിങ് വന്നിട്ടുള്ള, നമുക്കിത് ഒത്തിരി മൂവിങ് ആയിട്ടുള്ള ഒരു സാരി തന്നെയായിരുന്നു. ഇതിൻ്റെ നമുക്ക് ഒരു ഈ ഒരു പാറ്റേണിൻ്റെ ഒരു സിംഗിൾ പീസ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട്. ഒറ്റ പീസേ ഉള്ളൂ കേട്ടോ. വേറെ കളർ ചേഞ്ചോ അങ്ങനെ ഒന്നുമില്ല. നമുക്ക് ഈ ഒരു ഡിസൈനിൽ ഈ ഒരു ഒറ്റ പീസ് മാത്രം അവൈലബിൾ ആയിട്ടുണ്ട്. ഇതൊരു നല്ലൊരു റോയൽ ബ്ലൂ ഷെയ്ഡാണ്. ഒരു ചെക്ക് പാറ്റേണിലാണ് ഇതിനകത്ത് ഈ സെറി വീവിങ് വന്നിരിക്കുന്നത്. ഇതൊരു ബോർഡർലെസ് പാറ്റേൺ ആണ്. ഇതിന്റെ ബോർഡർ ഇങ്ങനെ തന്നെയാണ് വരുന്നത്. അതായത് ഫുൾ ബോഡിയിലാണ് വർക്ക് വരുന്നത്, ബോർഡറിൽ വർക്ക് വരുന്നില്ല. ബോർഡർലെസ് പാറ്റേൺ ആണ്. ഇതിന്റെ പല്ലു പോർഷൻ വരുന്നത് ഇങ്ങനെയാണ്. ഒത്തിരി നൂർത്തൊന്നും കാണിക്കാനായിട്ട് വേറെ ഒന്നും ഇല്ല. ഇതിനകത്ത് ഫുൾ ബോഡിയിലും വർക്ക് വരുന്നുണ്ട്. ബ്ലൗസിലും പറഞ്ഞ പോലെ ഒരു ഈ ഒരു ചെക്സോട് കൂടി, അതായത് ഈ ഒരു പാറ്റേണാണ് ബ്ലൗസ് വരുന്നത്. ഫുൾ നമുക്കിപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ ഒരു കല്യാണ സീസണൊക്കെ വരുന്ന സമയത്ത് വേണമെങ്കിൽ വാങ്ങിച്ച് കൊടുക്കാൻ പറ്റുന്ന ഒരു സാരിയാണ്. ഈ ഒരു സാരിയുടെ റേറ്റ് ശരിക്കും 2000+ വരുന്ന ഒരു സാരിയാണ്. ഈ സാരി നമ്മളിപ്പോൾ കൊടുക്കുന്നത് 1500 റുപ്പീസിനാണ്. 1500 റുപ്പീസിന് ഈ ഒരു സാരി ഇപ്പോൾ റെഡി ടു ഡിസ്പാച്ച് ആയിട്ട് അവൈലബിൾ ആയിട്ടുണ്ട്. ഒരു പീസ് മാത്രമേ ഉള്ളൂ കേട്ടോ, സിംഗിൾ പീസ് ആയിട്ട് അവൈലബിൾ ഉണ്ട്. നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്ന ഒരു മൽക്കോട്ടൺ സാരിയാണ്. ഇത് നമുക്ക് ഒത്തിരി മൂവിങ് ആയിട്ടുള്ള ഒരു പാറ്റേൺ ആയിരുന്നു. മൽക്കോട്ടണിൽ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുണ്ടായിരുന്ന ഒരു ഡിസൈനും പാറ്റേണും ഒക്കെയായിരുന്നു ഈ ഒരു സാരിയിൽ വന്നിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ ലാസ്റ്റ് സിംഗിൾ പീസ് ആയിട്ട് അവൈലബിൾ ആയതുകൊണ്ട് നമ്മളിതിനെ ഡിസ്കൗണ്ട് സെയിലിൽ കാണിക്കുവാണ്. മൽക്കോട്ടൻ്റെ ആണെങ്കിലും ഇത് മൽമൽ കോട്ടൺ ആട്ടോ, മൽക്കോട്ടൺ അല്ല. മൽക്കോട്ടൻ്റെയും മൽമൽ കോട്ടൻ്റെയും അതിൻ്റെ വ്യത്യാസങ്ങൾ ഞാൻ ഓൾറെഡി വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മൽക്കോട്ടൺ കുറച്ചും കൂടെ ലൈറ്റ് ആയിട്ടുള്ള ഫാബ്രിക്കാണ്. മൽമൽ കോട്ടണേക്കാൾ ഇത് മൽമൽ കോട്ടൺ ആണ്. മൽക്കോട്ടൺ കുറച്ചും കൂടെ കട്ടിയുള്ള ഒരു ഫാബ്രിക്കാണ്. മൽമലാണ് കുറച്ച് കനം കുറഞ്ഞത്. പക്ഷേ ഈ പറഞ്ഞാൽ ഉടുക്കുമ്പോൾ രണ്ടും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഒതുങ്ങി കിടക്കുന്ന, നമുക്ക് സ്റ്റാർച്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഈ മെറ്റീരിയൽ നല്ല കോട്ടൺ ഫാബ്രിക് ആയിട്ട് ഉപയോഗിക്കാവുന്ന. ഇത് ഒത്തിരി ആൾക്കാരുണ്ടല്ലോ സാരി വാങ്ങിച്ചിട്ടത് സൽവാർ ആയിട്ടും അല്ലാതെ ഡിഫറെൻറ്റ് ടോപ്പായിട്ടും ഒക്കെ തയ്ക്കുന്നവരും ഉണ്ട്. അങ്ങനെ ഈ ഒരു മെറ്റീരിയൽ വാങ്ങിച്ചിട്ട് നമ്മൾ മീറ്ററിന് ഈ ഒരു കോട്ടൺ ഫാബ്രിക് വാങ്ങിക്കാൻ ഒത്തിരി എക്സ്പെൻസീവ് ആകും. ഇങ്ങനത്തെ കോട്ടൺ സാരീസ് വാങ്ങിച്ചിട്ട് നമുക്ക് 2-3 ഇതിൽ നിന്ന് എടുക്കാൻ പറ്റും. അതായത് ഇതിൻ്റെ പല്ലു പോർഷനൊക്കെ എൻ്റയർലി ഡിഫറെൻ്റ് ആണ്, ബ്ലൗസും എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. അതൊക്കെ വെച്ചിട്ട് കോൺട്രാസ്റ്റ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാനായിട്ടും ഒക്കെ നല്ലതായിട്ട് ഒത്തിരി പേര് നമ്മുടെ ഈ ഒരു പാറ്റേൺ സാരീസ് വാങ്ങിക്കുന്നുണ്ട്. അപ്പം ഞാൻ നേരത്തെ ലാസ്റ്റ് വീഡിയോയിൽ ഇതിൻ്റെ 1-2 പാറ്റേൺ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മളിതിൻ്റെ റേറ്റ് 785 റുപ്പീസ് ആണ്. ഇതിൻ്റെ തന്നെ ഒരു ഡിസൈനും കൂടെ ഉണ്ട്. ഇതൊരു മെറൂൺ ഷെയ്ഡിൽ ബ്ലാക്ക് വൈറ്റ് കോമ്പിനേഷൻസ് വരുന്ന ഇതാണ് ഇതിൻ്റെ ബോഡി പോർഷൻ വരുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ ബോഡി പോർഷൻ വരുന്നത്. രണ്ട് വശത്ത് ഒരു ബോർഡർ വരുന്നൊരു പാറ്റേണിലാണ് ഈ ഒരു സാരി വന്നിരിക്കുന്നത്. ഇതിൻ്റെ പല്ലു പോർഷൻ വരുന്നത് ഇങ്ങനെയാണ്. നല്ലൊരു കളറാണ് എല്ലാവർക്കും ഒക്കെ. ഇത് പക്ഷേ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കോൺട്രാസ്റ്റ് ആയിട്ടാണ് ഇതിൻ്റെ ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത്. ഈ സാരീസ് ഒന്നും തന്നെ നമുക്ക് ഈ പറഞ്ഞതിന് വേണ്ടി എക്സ്ട്രാ ഒരു ബ്ലൗസ് പീസ് ഒന്നും സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യം തന്നെ ഇല്ല. ആക്ച്വലി നമ്മുടെ കയ്യിൽ നോർമലി ഉണ്ടാവുന്ന ബ്ലൗസാണ് ബ്ലാക്ക് ബ്ലൗസ് എന്നൊക്കെ പറയുന്നത്. അല്ലെങ്കിൽ ഇപ്പം എല്ലാവരുടെയും കയ്യിലും ഒക്കെ ഈ ഒരു നമ്മുടെ അക്കോബ ബ്ലൗസുകൾ, വൈറ്റ് അക്കോബ ബ്ലൗസുകളൊക്കെ ഉണ്ടാവും. നമുക്ക് ഈ മൽക്കോട്ടൺ ഏറ്റവും മൂവിങ് ആയിട്ടുള്ള വൈറ്റ് അക്കോബ ബ്ലൗസ് വെച്ച് പെയർ ചെയ്യാനായിട്ടാണ് ഇപ്പോൾ കൂടുതലും ആൾക്കാർ വാങ്ങിക്കുന്നത്. അങ്ങനെ വൈറ്റ് അക്കോബ ബ്ലൗസിന് പെയർ ചെയ്യാനായിട്ടാണ് മൽക്കോട്ടൺ സാരീസ് വാങ്ങിക്കുന്നത്. അപ്പം അങ്ങനെ പെയർ ചെയ്യാം. അല്ലെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഈ ബ്ലൗസ് പീസ് നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. വേറെ സാരിക്ക് ബ്ലൗസ് ആയിട്ടോ അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്തെങ്കിലുമൊക്കെ കോൺട്രാസ്റ്റ് ആയിട്ടൊക്കെ തയ്ക്കാനും ഒക്കെ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ എല്ലാം മൽക്കോട്ടൺ സാരീസിന് റേറ്റ് വരുന്നത് 785 ഡിസ്കൗണ്ട് പ്രൈസ് ആണ്. നോർമൽ പ്രൈസ് 1199 ആണ്. ഇതിന് നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്ന ഒരു ഹാൻഡ് എംബ്രോയിഡറി സാരിയാണ്. നമ്മുടെ ഒരു സ്കൈ ബ്ലൂ കളറിലെ കോട്ടൺ ചെക്കോട്ട സാരിയിൽ വന്നിരിക്കുന്ന ഒരു ഹാൻഡ് എംബ്രോയിഡറി സബ്സ്ക്രൈബർ കളക്ഷൻ സാരിയാണ്. ഇതിൻ്റെ പല്ലു പോർഷനിൽ ഇതുപോലെ മെയിൻ എൻഡിൽ ഇതുപോലെ ഒരു ഡിസൈൻ ഉണ്ട്. അതുപോലെ ഇതിൻ്റെ എൻ പോർഷനിൽ മൊത്തം 3 ഡിസൈൻസാണ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ 3 ഡിസൈൻസ് ഇതിൻ്റെ പല്ലു പോർഷൻ നിറച്ചും എംബ്രോയിഡറി വരുന്നൊരു പാറ്റേൺ ആണ്. ഇതിനകത്തൊരു ഓറഞ്ച്, അതുപോലെ ലൈറ്റ് പിങ്ക്, ഡാർക്ക് പിങ്ക് ഒക്കെ കോമ്പിനേഷനാണ് ഈ ഫ്ലവർ പാറ്റേൺ ചെയ്തിരിക്കുന്നത്. സെൻട്രൽ പോർഷനിൽ ഒരു യെല്ലോ കളറിലെ ഹൈലൈറ്റും കൊടുത്തിട്ടുണ്ട്. ഈ സാരിയുടെ ഒക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് വേറെ ഉണ്ട്. ഞാൻ അതുകൊണ്ട് ഓടിച്ചിട്ട് പറയുന്നത്. ഞാൻ ഇത്രയും സ്പീഡിൽ പറയുന്നത് കൊണ്ട് മനസ്സിലാവുന്നുണ്ടോ എന്ന് തന്നെ എനിക്കറിയില്ല. പക്ഷേ കൂടുതൽ കാര്യം പറയാനായിട്ടും കുറച്ച് വീഡിയോ സമയത്തിൽ പറയാൻ വേണ്ടി ഞാൻ ഈ ഓടിച്ചിട്ട് പറയുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു റണ്ണിങ് പോർഷൻ വരുന്നത്. നെക്സ്റ്റ് അതിൻ്റെ ചെസ്റ്റ് പോർഷൻ ഉണ്ട്. ചെസ്റ്റ് പോർഷനിൽ ഇതുപോലെ 3 ഡിസൈൻസ് ഉണ്ട്. അതുപോലെ റൈറ്റ് ലെഗ് പോർഷനിൽ ഒരു സിംഗിൾ ഡിസൈൻ വരുന്നുണ്ട്. ഇത്രയാണ് ഈ ഒരു സാരി ഡിസൈൻസ് വരുന്നത്. ഈ ഒരു സാരിയുടെ റേറ്റ് വരുന്നത് 1500 റുപ്പീസ് ആണ്.
ഡിസ്കൗണ്ട് പ്രൈസ് ആണ് 1500 റുപ്പീസ്, 2000 റേഞ്ചിൽ വരുന്നൊരു സാരിയാണ്. നെക്സ്റ്റ് നമ്മൾ വീണ്ടും കാണിക്കുന്നത് ഒരു കോട്ട ഫാബ്രിക്കിൽ വരുന്ന സാരിയാണ്. നമുക്ക് ഒത്തിരി മൂവിങ് ആയിട്ടുള്ള ഒരു കളർ കോമ്പിനേഷൻ ആയിരുന്നു. മസ്റ്റാർഡ് യെല്ലോ ഗ്രീൻ കോമ്പിനേഷൻ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉള്ള ഒരു കളർ കോമ്പിനേഷൻ തന്നെയാണ്. അതിനകത്ത് വന്നിരിക്കുന്ന ഒരു സോഫ്റ്റ് കോട്ട സാരിയാണ്. കോട്ട സാരിക്ക് നമുക്ക് എപ്പോഴും ഒരു ഫാൻ ഫോളോവിങ് തന്നെ ഉണ്ട്. ഒത്തിരി ആൾക്കാർ നമുക്ക് കോട്ട സാരീസിന് എൻക്വയറീസ് ചോദിക്കുന്നുണ്ട്. നമ്മളതിന് പുതിയ ഷെയ്ഡ്സും പുതിയ കളക്ഷൻസും കൊണ്ടുവരുന്നുണ്ട്. എനിക്കറിയാം വീഡിയോയിൽ കുറച്ച് സൗണ്ടിൻ്റെ ഡിസ്റ്റർബൻസ് വരുന്നുണ്ട്. നമുക്ക് അടുത്ത് ചെറിയൊരു കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുന്നുണ്ട്, അതിൻ്റെ ഒരു സൗണ്ട് ഡിസ്റ്റർബൻസാണ് വരുന്നത്. ഞാൻ മാക്സിമം സൗണ്ട് എടുത്ത് പറയുന്നുണ്ട്, എന്നാലും എനിക്കറിയാം ഈ ഒരു സൗണ്ട് ഡിസ്റ്റർബൻസ് വരുന്നുണ്ടെന്ന്. അപ്പം ഇങ്ങനെയാണ് ഈ ഒരു സാരി വരുന്നത്. ഇങ്ങനെയാണ് സാരിയുടെ പല്ലു പോർഷൻ വരുന്നത്. ആ ബോർഡർ പോർഷൻ അതേപോലെ തന്നെയാണ് പല്ലു വരുന്നത്. സിംഗിൾ സൈഡ് ബോർഡർ ആട്ടോ, ഒരു സൈഡിലെ ബോർഡർ ഉള്ളൂ. അതുപോലെ കോൺട്രാസ്റ്റ് ആയിട്ട് ബ്ലൗസ് വരുന്നുണ്ട്. ബ്ലൗസിന്റെ ബോർഡർ സെയിം ആയിട്ട് ആ ഗ്രീൻ കളറിൽ ചെറിയ ബോർഡർ തന്നെ വന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് വരുന്നത്. ഇതിന്റെ പ്രൈസ് വരുന്നത് 1155 ആണ് റേറ്റ് വരുന്നത്. നെക്സ്റ്റ് വീണ്ടും നമ്മൾ കാണിക്കുന്ന ഒരു സോഫ്റ്റ് കോട്ട സാരി തന്നെയാണ്. നമ്മുടെ ഒരു മെറൂൺ സാരിയിൽ 2 വശത്തും ബോർഡർ വരുന്ന ഒരു പാറ്റേണിൽ ഒരു വൈറ്റ് ആൻഡ് ബേജ് കോമ്പിനേഷനിൽ വന്നിരിക്കുന്ന ഒരു ഡിസൈനാണ്. ഇങ്ങനെയാണ് ഈ ഒരു സാരിയിൽ ബോഡി പോർഷൻ വരുന്നത്. പ്ലെയിൻ ബോഡിയാണ്, ബോർഡറിൽ മാത്രമാണ് വർക്ക് വന്നിരിക്കുന്നത്. സോഫ്റ്റ് കോട്ട ഫാബ്രിക്കിൽ വരുന്ന ചെറിയ ബോർഡർ വരുന്ന പാറ്റേൺ ആണ്. ഇതിപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് ഒട്ടും സ്റ്റാർച്ച് ഇല്ലാതെ ഇരിക്കുന്നത്. ഞാൻ നേരത്തെ ഒക്കെ പറയാറുള്ളത് പോലെ നമുക്ക് സ്റ്റാർച്ച്ഡ് ആയിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം. പക്ഷേ ഏറ്റവും നല്ലത് ഇതിങ്ങനെ ആ മൽക്കോട്ടിന്റെ രീതിയിൽ നല്ല ഒതുങ്ങി കിടക്കുന്നത് പോലെ ഉപയോഗിക്കുന്നത് തന്നെയാണ്. നല്ലൊരു കെയർലെസ് ആയിട്ടുള്ള ലുക്കിനൊക്കെ നല്ല സൂപ്പറാണ്. ഡെയിലി വെയറിന് നല്ല സാരിയാണ്. നമുക്ക് വളരെ ഈസി ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു പാറ്റേൺ സാരിയാണ്. നല്ലൊരു ലുക്കും തരും. നമ്മൾ കേരള സൈഡൊക്കെ കൊടുക്കുവാണെങ്കിൽ നല്ലൊരു ക്ലാസി ലുക്കും തരും. ഇതാണ് ഇതിന്റെ പല്ലു പോർഷൻ വരുന്നത്. ഇങ്ങനെയാണ് ഇതിന്റെ പല്ലു പോർഷൻ വരുന്നത്. അതുപോലെ ഇതിനകത്തും കോൺട്രാസ്റ്റ് ആയിട്ടാണ് ബ്ലൗസ് വരുന്നത്. ഇത്രയാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത്. ഇതിന് ഇനിയും ബാക്കിയുണ്ട്, കുറേ സാരീസ് കൂടെ കാണിക്കാനുണ്ട്. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ബാക്കി സാരീസ് കാണിക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്.